ഡിയർ ഗേൾസ്, ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് എൻ്റെ ഗേൾസിനോടാണ്, എൻ്റെ ടീനേജ് ഗേൾസിനോടാണ്. സോ നിങ്ങളൊരു ടീനേജ് ഗേൾ ആണെങ്കിൽ നിങ്ങൾ ടീനേജ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ചെയ്തിട്ടുള്ളതും ചെയ്യാത്തതും റിഗ്രറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള കുറച്ച് ഒരു 5-6 പോയിന്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആയിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. ഫസ്റ്റ് തിങ്, നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുക. എന്തൊക്കെ ലൈഫിൽ എന്തൊക്കെ നടന്നാലും അല്ലെങ്കിൽ ആരൊക്കെ വന്നാലും നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുക. നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ സ്കിൽസ് ബിൽഡ് ചെയ്യാൻ, നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ, അതുപോലെ പഠിക്കാൻ, നോളജ് ഉണ്ടാക്കാൻ, നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതല്ലാതെ ലൈഫിൽ വരുന്ന നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരും അല്ലേ, അതിലേക്ക് കൂടുതലും ഫോക്കസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ടൈമാണ് നിങ്ങൾ ടീനേജ് എന്ന് പറയുന്നത്. സോ അതിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എല്ലാവരുടെ ലൈഫിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. ഇപ്പം നമ്മുടെ പാരൻസ് പറയായിരിക്കും പഠിക്കുമോനെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പഠിക്കാനുള്ളൊരു മൂഡ് വന്നിട്ടുണ്ടാവില്ലായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ അവർ പഠിക്കുന്നില്ല, പിന്നെ ഞാനിപ്പോൾ ഇത്ര പഠിച്ചിട്ട് ഇപ്പം എന്താ, ചിലപ്പോൾ അവർ പഠിക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് അറിയില്ല. അവർ നിങ്ങളെ പറ്റിക്കും കൈസ്. അവർ നമ്മളോട് പറയും അയ്യോടാ ഞാൻ പഠിച്ചില്ലടാ എന്ന് പറഞ്ഞിട്ട് അവരിന്ന് പഠിക്കും. സോ നിങ്ങളിരുന്ന് പഠിക്കുക, മനസ്സിലായില്ലേ. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ കൂടുതലും ഇപ്പം നിങ്ങളൊരു മിഡിൽ ക്ലാസ് ഒരു ഫാമിലി എന്നുള്ള ഒരു കുട്ടിയാണ്, കുറച്ചും കൂടി നന്നാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ബുക്സ് വായിക്കുക. അതും മലയാളം ബുക്സും വായിക്കുക, ഇംഗ്ലീഷ് ബുക്സും വായിക്കുക. ലൈബ്രറി പോവുക, ഒരു മെമ്പർഷിപ്പ് എടുക്കുക. എല്ലാ ഫ്രൈഡേസ് അല്ലെങ്കിൽ എല്ലാ തേഴ്സ്ഡേയ്സും സാറ്റർഡേയ്സോ ലൈബ്രറിയിൽ പോവുക, പുതിയ ബുക്ക് എടുക്കുക, 1 വീക്കിൽ അത് വായിച്ച് തീർക്കുക. കിടക്കാൻ നേരം നിങ്ങൾ ഫോൺ നോക്കിയിരിക്കുന്ന ടൈമിൽ നിങ്ങൾ ഒരു ബുക്കും വായിക്കാൻ നിങ്ങൾ എഫോർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് ഗൈസ്. മെയിൻലി ഇംഗ്ലീഷ് ബുക്സ്. ഇപ്പം നമുക്കറിയാം മലയാളം നമുക്ക് എന്നാ പറഞ്ഞാലും നമുക്ക് പറയാൻ പറ്റും, പക്ഷേ ഇംഗ്ലീഷ് പറയണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് നമ്മൾ എഫോർട്ട് എടുത്ത്, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് മൂവീസ് കണ്ടതിനേക്കാളും ഞാൻ പറയാം നിങ്ങൾ ബുക്ക് വായിക്കുക. നല്ല ബുക്സ് ഉണ്ടല്ലോ, അറിയില്ലാത്ത മീനിങ്സ് നോക്കുക, അത് പഠിക്കുക. അതുപോലെ തന്നെ മൂവീസും കാണുക, അപ്പോൾ നമ്മുടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ആവും. സോ അതിൽ ഫോക്കസ് ചെയ്യും. സോ എനിക്ക് ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് ഉള്ള ഒരാളായിരുന്നു. സോ ഞാൻ എല്ലാ ഫ്രൈഡേയ്സും ഞാൻ ലൈബ്രറിയിൽ പോയിട്ട് ബുക്ക് എടുക്കും, വായിക്കും. പക്ഷെ ഞാൻ കൂടുതലും വായിച്ചത് മലയാളം ബുക്സാണ്, ഞാൻ ഇംഗ്ലീഷ് ബുക്സ് വായിച്ചിട്ടില്ല. സോ ഞാൻ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് അന്ന് ആ മലയാളം ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ കുറച്ച് ഇംഗ്ലീഷ് ബുക്സ് എടുത്ത് എനിക്ക് വായിക്കാൻ തോന്നിയില്ലല്ലോ എന്ന്. വേറൊരു സംഭവം കൂടി ഉണ്ട്, ഞാൻ ഇംഗ്ലീഷ് ബുക്സ് എടുത്തിട്ടുണ്ട്, പക്ഷെ ഞാൻ വായിക്കത്തില്ല. എനിക്ക് അത്ര മടിയായിരുന്നു. കാരണം ഇംഗ്ലീഷ് വായിക്കുന്ന ടൈമിൽ ചിലപ്പോൾ എനിക്ക് പറ്റിയ ഒരു ബുക്ക് ആയിരിക്കില്ല അത്. കാരണം ആ ലൈബ്രറി എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലുള്ളൊരു ലൈബ്രറിയാണ്. അപ്പോൾ അവിടെ കൂടുതലും കുറച്ചുകൂടി പ്രായമുള്ള ആൾക്കാർ വന്നിട്ടാണ് ബുക്ക് എടുക്കുക. ചെറിയ പിള്ളേർ വന്ന് ബുക്ക് എടുക്കുന്ന കുറവാണ്. അപ്പോൾ ഈ പിള്ളേർക്ക് പറ്റിയ ബുക്സ് ഒന്നും ആ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കറിയില്ല ഇങ്ങനത്തെ ബുക്കാണ് വായിക്കേണ്ടതെന്ന്. അപ്പോൾ എനിക്ക് നല്ല കഥയൊക്കെ വായിച്ച് ഇങ്ങനെ സമയം പോക്കാനൊക്കെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തു, മലയാളം ബുക്സ് എടുത്ത് കുറേ നോവൽസും, പിന്നെ നോവൽസ് ആയിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചുകൊണ്ടിരുന്ന ടൈമിൽ. പക്ഷെ ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് നല്ലതാണ് ബുക്ക് വായിക്കുന്നത്, പക്ഷേ ഞാൻ മലയാളം ബുക്കാണല്ലോ വായിച്ചതെന്ന് ഓർത്ത് ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. സോ ഇംഗ്ലീഷ് ബുക്സ് നിങ്ങൾ വായിക്കുക. നല്ല ബുക്ക് ഏതാണെന്ന് നിങ്ങളുടെ സീനിയേഴ്സിനോടോ നിങ്ങളുടെ ചേച്ചിമാരോടോ ഒക്കെ ചോദിച്ച് നല്ല ബുക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന ഇംഗ്ലീഷ് ബുക്സ് നിങ്ങൾ മേടിച്ച് വായിക്കുക. പ്ലീസ് വായിക്കൂ. നിങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുക. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളതാണ്, നിങ്ങൾ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യാണ്ടിരിക്കണമെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കുക. ഓക്കെ, ഇപ്പം നിങ്ങളുടെ മിസ്സുമാരൊക്കെ നിങ്ങൾ ഗ്രാമർ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ തെക്കോട്ട് നോക്കിയിരിക്കരുത്, നിങ്ങൾ ഗ്രാമർ പഠിക്കുക. ഓക്കെ, എന്നിട്ട് അത് റിയൽ ലൈഫിൽ നിങ്ങൾ പറഞ്ഞ് അത് ഇമ്പ്രൂവ് ചെയ്യൂ. പ്ലീസ് ഗൈസ്, പ്ലീസ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യൂ. എന്നിട്ട് നിങ്ങൾ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യാണ്ടിരിക്കൂ പ്ലീസ്. ഓക്കെ, അടുത്തത് ടീനേജിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു പരിധി വരെ നമ്മൾ പ്രശ്നങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്ന ഒരു ടൈമാണ് ടീനേജ് എന്ന് പറയുന്നത്. നിങ്ങളുടെ പുതിയ ഫസ്റ്റ് റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ഫസ്റ്റത്തെ ഫ്രണ്ട്ഷിപ്സ് അല്ല, ഫസ്റ്റ് റിലേഷൻഷിപ്പ് ഒക്കെ തുടങ്ങുന്ന ഒരു ടൈമാണ് ടീനേജ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഒക്കെ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമാണ് ടീനേജ് എന്ന് പറയുന്നത്.
നിങ്ങൾക്ക് അറിയുണ്ടാവില്ലായിരിക്കും എവിടെ നിന്നൊക്കെയാണ് നമുക്ക് എങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാരാണ് ഈ ലോകത്തുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞാൻ സത്യം പറയട്ടെ, നിങ്ങൾ ചെറിയ പിള്ളേരാണ്. നിങ്ങൾ വിചാരിക്കുമ്പോൾ എനിക്ക് 14 വയസ്സുണ്ട്, ഞാൻ വലിയ കുട്ടിയാണ്, ഞാൻ 9th ഞാൻ പറയട്ടെ, നിങ്ങൾ എവിടെ എത്തിയിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും ചെറിയ കുട്ടിയാണ്. ഈ ലോകത്ത് നടക്കുന്ന ഒന്നും മനസ്സിലാവാനുള്ള പ്രായം നിങ്ങൾക്കായിട്ടില്ല. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ചിലപ്പം കുറേ പേര് മെസ്സേജ് അയക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ അവർ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? അവരൊന്നും വിചാരിക്കത്തില്ല. നിങ്ങൾ റിപ്ലൈ പോലും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അവരിപ്പോൾ ഹായ് ഒരു 10 പ്രാവശ്യം അയച്ചാലും സുഖമാണോ എന്നൊരു 10 പ്രാവശ്യം ചോദിച്ചാലും നിങ്ങൾ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ ഇരുന്ന് മെസ്സേജ് അയക്കുന്നവരെ നിങ്ങൾക്ക് മാത്രമായിരിക്കില്ല, ഒരു 10,000 പിള്ളേർക്ക് ഈ മെസ്സേജ് തന്നെ അയക്കുന്നുണ്ടാവും. സുഖമാണോ, എന്തൊക്കെയുണ്ട് വിശേഷം, നീ ഈ സ്കൂളിലാണല്ലേ പഠിക്കുന്നത്, ഞാൻ നിന്നെ അന്ന് അവിടെ വെച്ച് കണ്ടല്ലോ. എവിടെയും വെച്ച് കണ്ടിട്ടുണ്ടാവില്ല ഗൈസ്. നിങ്ങൾ എവിടെയും വെച്ച് അവർ കണ്ടിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളെ ബാധിക്കുന്നൊരു കാര്യമേ അല്ല. അവരൊന്ന് കണ്ടെന്ന് വിചാരിച്ചപ്പോൾ എന്തോ ഒന്നും പറ്റാൻ പോകുന്നില്ല. നിങ്ങൾ ദൈവത്തെ അവിടുത്തെ റിപ്ലൈ കൊടുക്കരുത്. അങ്ങനെയുള്ള ട്രാപ്സിൽ പോയി വീഴരുത്. കാരണം ഏറ്റവും കൂടുതൽ ഗേൾസ്, എനിക്കറിയാവുന്ന കുറേ ഗേൾസ് ഇങ്ങനെയുള്ള ഇതിൽ പോയി പെട്ടിട്ടുണ്ട്. സോ ഞാൻ ഉൾപ്പെടെ ഞാൻ ഫസ്റ്റ് വിചാരിച്ചുകൊണ്ടിരുന്നത്, ഞാൻ 11th പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ ഓരോ ചേട്ടന്മാർ മെസ്സേജ് അയക്കും. അപ്പം ഞാൻ വിചാരിക്കും, ഓ ഈ ചേട്ടന്മാർ മെസ്സേജ് അയച്ചിട്ട് ഞാൻ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ അവർ എന്താ ഞാൻ ജാടയാണെന്ന് വിചാരിക്കുമോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ റിപ്ലൈ കൊടുക്കും. ഓരോ കാര്യം ഉണ്ടാവത്തില്ല. നമ്മുടെ മെൻ്റൽ പീസ് വെറുതെ കളയാൻ വേണ്ടിയിട്ട് വരുന്നവന്മാരായിരിക്കും ഇവന്മാർ. ദൈവത്തെ ഓർത്ത് നിങ്ങൾ റിപ്ലൈ കൊടുക്കരുത്. അങ്ങനെയുള്ള ട്രാപ്പിലൊന്നും പോയി പെട്ടെന്ന് ഇഗ്നോർ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഇഗ്നോർ ചെയ്യുക. ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. അവരെന്തൊക്കെ പറഞ്ഞാലും നമുക്ക് എവിടം വരെ ഇവരെ, അതായത് നമ്മുടെ ലൈഫ് സ്റ്റോറി അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റോറീസ് നിങ്ങൾ ഷെയർ ചെയ്യായിരിക്കും. എവിടം വരെ ഏതൊക്കെ എക്സ്റ്റെൻഡ് വരെ നിങ്ങൾക്ക് പോകാമെന്നുള്ള കാര്യം നിങ്ങളുടെ മൈൻഡിലിട്ടാണ്. വെറുതെ മെസ്സേജ് അയക്കുന്നവർക്ക് മൊത്തം നിങ്ങളുടെ കഥ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി കൊടുക്കുക, പിന്നെ റിലേഷൻഷിപ്സ് സെറ്റാക്കി കൊടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും ദൈവത്തെ ഓർത്ത് നിങ്ങൾ പോകരുത്. ഇതൊന്നും അല്ല ലൈഫിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ചേട്ടന്മാർ ഒരു കാര്യമില്ലാണ്ട് ഒരു പണിയില്ലാണ്ട് പിന്നെ അവർ പഠിക്കുന്ന ടൈമിൽ പഠിക്കാണ്ട് വെറുതെ നടന്ന ചേട്ടന്മാരാണ് ഇപ്പം നിങ്ങൾക്കൊന്ന് മെസ്സേജ് അയക്കുക. ദൈവത്തോർത്ത് അവർക്കൊന്നും മെസ്സേജ് അയക്കാൻ പോവല്ലേ. ഇപ്പോഴും ഞാൻ പറയാം, എനിക്ക് 22 വയസ്സുണ്ട്. ഇപ്പോഴും എൻ്റെ ഇൻബോക്സിൽ മെസ്സേജ് വരും. ഓക്കെ, ഹായ് സുഖമാണോ, ഓ നീ ക്രൈസ്റ്റിലാണോ പഠിക്കുന്നത്, നീ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ എന്നോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നാ കണ്ടോട്ടെ. ഇനി ചിലപ്പം ജെന്യുവനായിട്ട് വന്ന് മെസ്സേജ് അയക്കുന്നവരായിരിക്കും. എന്നാത്തിനാണ് നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്തവരൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുന്നത്? ഒരു ആവശ്യമില്ല. നമുക്ക് ഒരു രീതിയിലും നമ്മളെ ഇതാക്കില്ല എന്നുള്ള അതായത് നമ്മുടെ അടുത്തേക്ക് ഒരു രീതിയിലും ഒരു നല്ല ഒരു സാധനം കിട്ടില്ല എന്നുള്ള സാധനങ്ങൾ നമ്മൾ തുറക്കാണ്ടിരിക്കുക, അതങ്ങ് ക്ലോസ് ചെയ്ത് വെച്ചേക്കുക. മെസ്സേജ് ഒക്കെ നിങ്ങൾ വായിക്കുക, എന്നിട്ട് അവിടെ തന്നെ വെക്കുക. എടുത്ത് വെറുതെ ഓ ചേട്ടാ ഹായ്, ഞാൻ കണ്ടില്ലല്ലോ എന്ന് റിപ്ലൈ കൊടുക്കേണ്ട കാര്യമേ ഇല്ല കേട്ടോ. അതങ്ങ് ക്ലോസ് ചെയ്യാം. ഓക്കെ, പിന്നെ ചില റിലേറ്റീവ്സ് ഉണ്ടാവും. ഓക്കെ, ഇത് നെക്സ്റ്റ് പോയിൻ്റാണ്. ചില റിലേറ്റീവ്സ് ഉണ്ടാവും ഒരാവശ്യമില്ലാണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളുടെ മെൻ്റൽ പീസ് തകർക്കാൻ വേണ്ടി വരുന്ന കുറച്ച് റിലേറ്റീവ്സ്. അവരെ അങ്ങോട്ട് മാറ്റി നിർത്തുക. അവരോട് പറയാം, എന്നാ ആൻറ്റി അല്ലെ അങ്കിളെ, എനിക്കിപ്പോൾ വേറെ പണിയുണ്ട്, നിങ്ങൾക്ക് വേറെ പണിയില്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ പോയി ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കാര്യം നോക്കുക. ഇപ്പോൾ നിങ്ങൾ പഠിക്കുകയായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ എക്സാമിൻ്റെ തലേദിവസമായിരിക്കും ഇവർ വന്നിട്ട് ഓ എന്നാ മോനെ എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. സോ ആ ടൈമിൽ നിങ്ങൾ എന്നാ ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. അവർ പറയുന്നത് നിങ്ങൾ കേൾക്കാനേ നിൽക്കരുത്. ചിലപ്പോൾ അവർ ഒരു കാര്യമില്ലാണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ എക്സാം ഓളാക്കാൻ വേണ്ടി വരുന്നവരായിരിക്കും. ആ ഡോർ അങ്ങ് ക്ലോസ് ചെയ്തിട്ട് എനിക്ക് പഠിക്കാണ്ട് സോറി എന്ന് പറഞ്ഞ് കയറി ഇരുന്നങ്ങ് പഠിക്കുക. അവരെന്ത് വിചാരിച്ചാലും നമുക്കൊരു പ്രശ്നമില്ല, ഇരുന്ന് പഠിക്കുക. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുമാണ്. സോ നിങ്ങൾക്ക് ഇത് റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഇത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ അത് യൂസ്ഫുൾ ആവും ലൈഫിൽ. ഓക്കെ, സോ അടുത്തതാണ് ബിൽഡ് ഫ്രണ്ട്ഷിപ്സ് ബിയോണ്ട് റൊമാൻറ്റിക് റിലേഷൻഷിപ്സ്. സോ നിങ്ങളുടെ ടീനേജിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്സിനാണ്. അല്ലാതെ ടീനേജ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്ന ഒരു ടൈം ടീനേജ് അല്ലടാ. അതൊരു 23, 24 ഒക്കെ ആയിട്ട് നിങ്ങൾ തുടങ്ങിയാൽ മതി. ഈ ടീനേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കില്ല് ബിൽഡ് ചെയ്യാനും നിങ്ങൾക്ക് പഠിക്കാനും നിങ്ങളുടെ ഫ്യൂച്ചർ സെറ്റാക്കാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റേജ് ആണ് നിങ്ങളുടെ ടീൻ ഏജ് എന്ന് പറയുന്നത്. അതല്ലാണ്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും പിള്ളേരെ ഉണ്ടാക്കാനും ഉള്ള ഒരു ഏജേ അല്ല ഈ ടീൻ ഏജ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ കൂടുതലും നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ, അതായത് ഇപ്പം ഒരു സ്റ്റേജിൽ കയറി നിങ്ങൾക്ക് ഒരു സ്പീച്ച് പറയാൻ പേടിയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മടിയാണെങ്കിൽ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് വയലിൻ വായിക്കാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രോയിങ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അത് ട്രൈ ചെയ്യുക. അതിനുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ പാരൻസിനോട് പറയാം, അപ്പം എനിക്ക് ഇത് പഠിക്കണം എന്നുണ്ട്, എന്നെ അതിനൊന്ന് ജോയിൻ ചെയ്യിപ്പിക്കുമോ
എന്ന് ചോദിച്ചാൽ അവർ ജോയിൻ ചെയ്യിപ്പിക്കോളാം, നിങ്ങൾ പോയി പറയണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ആ സ്കില്ലൊക്കെ ബിൽഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോറീസ് എഴുതി നോക്കുക. നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾക്ക് ഏതിലാണ് നിങ്ങൾ ഏറ്റവും നല്ലതെന്ന്. സോ നിങ്ങൾക്ക് എല്ലാ മേഖലകളും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ടൈമാണ് നിങ്ങൾ ടീനേജ് എന്ന് പറയുന്നത്. നിങ്ങൾ വെറുതെ വേസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ സ്കിൽസ് ബിൽഡ് ചെയ്യുക. ഡ്രോയിങ് ക്ലാസ്സിന് പോവുക, വയലിൻ ക്ലാസ്സിന് പോവുക, ഗിറ്റാർ ക്ലാസ്സിന് പോവുക, മ്യൂസിക് പഠിക്കാൻ പോവുക, ഡാൻസ് പഠിക്കാൻ പോവുക. എന്നൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ അതൊക്കെ പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങളുണ്ടല്ലോ ചുമ്മാ മാനത്ത് നോക്കിയിരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. അതുകൊണ്ട് മര്യാദയ്ക്കിരുന്ന് സ്കിൽസ് ബിൽഡ് ചെയ്യുക. വെറുതെ കണ്ട ചേട്ടന്മാരുടെയും ചേട്ടന്മാരുടെയും പുറകെ പോയി നിങ്ങളുടെ ലൈഫ് വെറുതെ നിങ്ങൾ കളയരുത്. നിങ്ങളുടെ 20s നിങ്ങളിരുന്ന് കരയേണ്ടി വരും. സോ ഇരുന്ന് പഠിക്കും പിള്ളേരെ, ഇരുന്ന് സ്കില്ല് ബിൽഡ് ചെയ്യുക, നിങ്ങൾ എൻജോയ് ചെയ്യുക. അതല്ലാണ്ട് വെറുതെ റിലേഷൻഷിപ്സിൻ്റെ പുറകെ പോവല്ലേ. ഓക്കെ ഓക്കെ കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ജെന്യുവനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഫോളോ ചെയ്യണം കേട്ടോ. ഓക്കെ, വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് അണ്ടർസ്റ്റാൻഡ് റിലേഷൻഷിപ്സ് ക്ലിയർലി എന്നുള്ളതാണ്. സോ ചിലപ്പോൾ നിങ്ങളിപ്പോൾ റിലേഷനിലായിരിക്കുന്ന ഒരാളായിരിക്കാം, ചിലപ്പോൾ അത് ടോക്സിക് റിലേഷൻ ആയിരിക്കാം, ചിലപ്പോൾ അത് ഭയങ്കര സേഫ് ആയിട്ടുള്ള വളരെ നല്ല ഒരു റിലേഷൻ ആയിരിക്കാം. എങ്ങനെയുള്ള റിലേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ ഒരാളാണോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആ റിലേഷനിൽ ഒട്ടും ഹാപ്പി അല്ല, നിങ്ങൾ സ്ട്രഗിൾ ചെയ്യണം. അതായത് നിങ്ങൾക്കിപ്പോൾ അങ്ങോട്ടേക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇങ്ങോട്ടേക്ക് ആ ആൾ തരുന്നത് ട്രോമാസാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും വിഷമമാണ്, സങ്കടമാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ റിലേഷൻ തുടരാണ്ടിരിക്കുക, അത് സ്റ്റോപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് ഇടാൻ ആൾ സമ്മതിക്കുന്നില്ലെങ്കിൽ ആ റിലേഷൻ വേണ്ടാന്ന് വെക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ ചോയ്സ് ഉണ്ടായിരിക്കണം. ആ ആൾ പറയുന്നതായിരിക്കരുത് നിങ്ങളുടെ ലൈഫ് ചോയ്സസ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകാൻ സമ്മതിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്ന ഒരാളായിരിക്കാം. ചിലപ്പോൾ ഈ റിലേഷൻ വന്നതോടുകൂടി നിങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പിൽ നിന്നൊക്കെ മാറിയിട്ട് ഏറ്റവും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഈ റിലേഷനിലായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പം പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ള ഒരു റിലേഷനാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിനോട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, എപ്പോഴും ആ ആൾക്ക് ഡൗട്ടാണ് നിങ്ങളുടെ മേലിൽ. നിങ്ങൾ കുറേ പേർക്ക് മെസ്സേജ് അയക്കുന്നുണ്ടോ, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ ചെയ്യുന്നുണ്ടോ, ഈ സമയത്ത് എന്താ നിനക്ക് മെസ്സേജ് അയച്ചാൽ, ഈ സമയത്ത് നീ എന്താ വിളിക്കാത്ത, ഈ സമയത്ത് നീ ഫോൺ ബിസി ആയിരുന്നല്ലോ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരാളാണെങ്കിൽ ഉണ്ടല്ലോ ആ ആൾ ടോക്സിക് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. വേറെ ഒരു മീനിങ്ങും അതിനില്ല. അങ്ങനെ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരാളായിരിക്കരുത് ഒരിക്കലും നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരാൾ. നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ അതല്ല ഗൈസ്. നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഒരു 2 കൊല്ലം കഴിയുമ്പോൾ അത് മനസ്സിലാവും. സോ അത്രയ്ക്കൊന്നും പോകാൻ ഇടവരുത്താണ്ട് അപ്പം തന്നെ അതങ്ങ് കട്ട് ചെയ്ത് കളയാൻ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ ടീനേജിൽ തുടങ്ങേണ്ട ഒരു സംഭവമല്ല. ഇപ്പം നിങ്ങളുടെ എത്ര നല്ല റിലേഷൻ ആയിക്കോട്ടെ, അത് വളരെ റെയറാണ്. നിങ്ങളുടെ ടീനേജിൽ തുടങ്ങുന്ന ഒരു റിലേഷൻ നിങ്ങൾ കല്യാണം കഴിച്ച് പിന്നെ പിള്ളേരൊക്കെ ഉണ്ടായി ജീവിക്കുക എന്നൊക്കെ ഉള്ളത്. അത് നിങ്ങളിപ്പോൾ ഇങ്ങനെ കുറേ സ്വപ്നമൊക്കെ കാണും, പക്ഷേ അതൊക്കെ തകർന്നു പോകുമ്പോണ്ടല്ലോ നിങ്ങളിരുന്ന് കരയും. സോ അങ്ങനെ കരയാൻ നിങ്ങൾക്ക് ഇടവരാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സോ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ടോക്സിക് റിലേഷനിലാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറുക. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സിബ്ലിങ്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. കസിൻസിൻ്റെ കൂടെ കളിക്കാൻ പോവുക. കുറേ ഫ്രണ്ട്സിൻ്റെ കൂടെ ഈവനിങ്സ് ഒക്കെ നിങ്ങൾ ഗെയിംസ് ഒക്കെ കളിക്കാൻ പോകണം ഗൈസ്. അല്ലാണ്ട് വെറുതെ വീട്ടിലിരിക്കരുത്. സോ അങ്ങനെ നല്ല കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാതിരിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലേൺ ബേസിക് ലൈഫ് സ്കിൽസ്. ബേസിക് ലൈഫ് സ്കിൽസ് എന്ന് പറയുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മണി മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു 100 രൂപ ഇപ്പം നിങ്ങളുടെ ആരെങ്കിലും ഗ്രാൻഡ് പാരൻസ് ഒക്കെ തരികയാണെങ്കിൽ അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് വളരെ ബോധ്യം ഉണ്ടായിരിക്കണം. അതല്ലാണ്ട് ഇപ്പോൾ 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു കിൻഡർ ജോയ് അല്ലെങ്കിൽ അപ്പം തന്നെ ഡയറി മിൽക്ക് മേടിച്ച് കളയരുത്. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ പേഴ്സിലൊക്കെ എടുത്ത് വെക്കുക, സേവ് ചെയ്ത് വെക്കുക. എമൗണ്ട് ഇപ്പം 100 റുപ്പീസ് ആയിക്കോട്ടെ, 2000 ആയിക്കോട്ടെ, എങ്ങനെ സേവ് ചെയ്യണം അല്ലെങ്കിൽ എത്ര സ്പെൻഡ് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾ വളരെയധികം കാൽക്കുലേറ്റ് ചെയ്ത് സ്പെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റ്, എവിടെയാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്? പഠിക്കാൻ, കളിക്കാൻ, പാരൻസിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ, TV കാണാൻ, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് കാണാൻ, ഇതിനൊക്കെ ഒരു സമയം കണ്ടെത്തുക, അതിനനുസരിച്ച് വർക്ക് ചെയ്യുക. പിന്നെ ഉള്ളതാണ് മേക്ക് മിസ്റ്റേക്സ് ബട്ട് ലേൺ ഫ്രം ദം. എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമ്മളെല്ലാവരും മിസ്റ്റേക്സ് വരുത്തുന്ന ആൾക്കാരാണ്. മനുഷ്യന്മാരായിട്ട് ജീവിച്ചിട്ടുള്ള എല്ലാവരും മിസ്റ്റേക്ക് വരുത്തുന്ന ആൾക്കാരാണ്. പക്ഷേ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തുനിന്ന് ആ ലെസൺസ് നമ്മൾ പഠിക്കുക, ആ മിസ്റ്റേക്ക് പിന്നെ വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. എത്ര മിസ്റ്റേക്ക് വന്നാലും പിന്നെയും ഈ മിസ്റ്റേക്ക് വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഈസ് നോട്ട് ഗുഡ് അല്ലേ. അപ്പം നമ്മൾ എന്തുവാ
മിസ്റ്റേക്ക് വരുത്തിയാലും അതിനകത്ത് നിന്ന് ലെസൺസ് ഉൾക്കൊണ്ട് അത് നെക്സ്റ്റ് ടൈം അത് വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക, പഠിക്കുക. ഓക്കെ. പിന്നെയുള്ളൊരു കാര്യമാണ് കുക്കിംഗ് പഠിക്കുക എന്നുള്ളത്. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ചേച്ചിയോ അല്ലെങ്കിൽ ചേട്ടനോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കും, അമ്മയും അച്ഛനൊക്കെ ആയിരിക്കും കുക്ക് ചെയ്യുക. നമ്മൾ ചിലപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ടാവില്ലായിരിക്കും. പക്ഷേ ഇടയ്ക്കൊക്കെ കിച്ചണിൽ പോയിട്ട് അമ്മേനെയൊക്കെ ഹെൽപ്പ് ചെയ്യുക, കുക്കിംഗ് പഠിക്കുക. അറ്റ്ലീസ്റ്റ് മീൻ വറക്കാനും മുട്ട പൊരിക്കാനും എങ്കിലും പഠിക്കുക. പിന്നെ ക്ലീനിങ്ങിന് ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഫുഡൊന്നും പ്രിപ്പയർ ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണെങ്കിൽ, നമുക്ക് എല്ലാവർക്കും ഒന്നും ഫുഡൊന്നും പ്രിപ്പയർ ചെയ്യാൻ ഇഷ്ടമായിരിക്കില്ലായിരിക്കും അല്ലേ. അപ്പോൾ അറ്റ്ലീസ്റ്റ് പിന്നെ അമ്മ ഇപ്പം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് അടിച്ചു വാരി ഒന്ന് വൃത്തിയാക്കിയിട്ട് കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കുക. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇത് ഞാൻ ഇത്ര നേരം പറഞ്ഞതിൽ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ലൈഫിലേക്ക് എടുക്കുക, കുറച്ചെങ്കിലുമൊക്കെ എടുക്കാൻ ശ്രമിക്കുക. 2025 നിങ്ങൾ പുതിയ ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എഴുതി വെക്കുക. ഓക്കെ. അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ബൈ.